നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുളസി. ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന വാർത്ത ഒരു ബാലസാഹിത്യ കൃതിയുടെ പ്രകാശന ക്രമമാണ്. കാവലും കൂവലും. തീർച്ചയായിട്ടും കുട്ടികൾ മൂല്യങ്ങളുടെ കാവൽക്കാരാകണം. മൂല്യങ്ങളൊക്കെ തകർക്കപ്പെടുമ്പോൾ കുട്ടികൾ കൂവി ഉണർത്തണം. അത് സമൂഹത്തെ അവരതിൻ്റെ അപകടം അറിയിക്കണം. ആൾക്കാരെ കൂട്ടണം. അതിനെതിരായിട്ടുള്ള മൂല്യച്യുതിക്കെതിരായിട്ടുള്ള മുഴുവൻ സാധനങ്ങളെ ഇല്ലാതാക്കാൻ അവർ മുന്നണി പോരാളികളാകണം. നമുക്ക് ഇന്ന് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. ഉല്ലാസക്കൂട്ടത്തിൽ കാവലും കൂവലും പ്രകാശനം ചെയ്തു. അയത്തിൽ സാഹിത്യവിലാസിനി ഗ്രന്ഥശാലയിൽ നടന്നു വരുന്ന ഉല്ലാസക്കൂട്ടം വേനലവധി ക്യാമ്പിൽ കവി ശശിധരൻ കുണ്ടറയുടെ കാവലും കൂവലും എന്ന കുട്ടിക്കവിതകളുടെ സമാഹാരം പ്രകാശനം ചെയ്തു. മൊഴിയും വഴിയും പരിപാടി കവി ശശിധരൻ കുണ്ടറ കുട്ടികൾക്കായി അവതരിപ്പിച്ചു. മജിഷ്യൻ RC ബോസ് മാജിക് അവതരണത്തിലൂടെ ശൂന്യമായ പെട്ടിയിൽ നിന്ന് മിഠായികൾക്കൊപ്പം പുസ്തകം പൊതിയും പുറത്തെടുത്താണ് പ്രകാശനം വ്യത്യസ്തമാക്കിയത്. പുസ്തകം ഉല്ലാസക്കൂട്ടം ക്യാമ്പംഗം K സായിനാഥിന് നൽകി പ്രകാശിപ്പിച്ചു. സായിനാഥും ഗരിമയും പുസ്തകത്തിലെ കവിതകൾ ആലപിച്ചു. കൊല്ലം കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു, നിസാർ അഹമ്മദ്, സാഹിത്യവിലാസിനി ബാലവേദി പ്രസിഡന്റ് ശബരി, സെക്രട്ടറി K നൗഫിയ, ലൈബ്രറി സെക്രട്ടറി പ്രദീപ് കുമാർ, പ്രസിഡന്റ് ചിറ്റടി രവി, കല എന്നിവർ സംസാരിച്ചു. നാടക പ്രവർത്തകൻ PJ ഉണ്ണികൃഷ്ണൻ, ആർട്ടിസ്റ്റ് അനിൽ അഷ്ടമുടി, ആർട്ടിസ്റ്റ് ബൈജു പുനക്കുന്നൂർ, റെനി ലോറൽ, MG സുനിൽകുമാർ, ആർത്തുളസി, കണ്ണൻ ഷൺമുഖം എന്നിവർ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കൊച്ചുകുട്ടികൾ സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചുകയൊക്കെ ചെയ്യുന്ന ഇവരിൽ നാളെ ആരാകും എന്ന് നമുക്ക് പോലും പറയാൻ കഴിയില്ല. അപ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്ന, ലോകത്തെ നയിക്കുന്ന, ലോകത്തിൻ്റെ വലിയ ശബ്ദമായി മാറുന്നവരായി നിങ്ങൾ ഓരോരുത്തരും മാറണം എന്നാണ് സാഹിത്യവിലാസിനി ഗ്രന്ഥശാല പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ശശിധരൻ കുണ്ടറയുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതകളുടെ സമാഹാരമായ കാവലും കൂവലും, ആ പുസ്തകത്തിന്റെ പേര് തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. കാവലും കൂവലും. ഏത് പുസ്തകം പ്രകാശിപ്പിക്കുന്നത്? കാവലും, എല്ലാവരും അടുത്ത് പറയാം, കാവലും കൂവലും എന്ന് പറയുന്ന ബാലകവിതകളുടെ സമാഹാരം. ഇത് എഴുതിയതാരാണ്? ശശിധരൻ കുണ്ടറ. ശശിധരൻ കുണ്ടറ. നേരത്തെ ഞാൻ വരുമ്പോൾ ശശിധരൻ കുണ്ടറ നിങ്ങൾക്ക് കവിത ചൊല്ലി നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കുകയായിരുന്നു, ഏറ്റി ചൊല്ലിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളിൽ അത്രയും വരികൾ നിങ്ങളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ ആ കവിക്ക് കഴിഞ്ഞു. എനിക്ക് കഴിഞ്ഞില്ല. അപ്പൊ അവർക്കൊരു നല്ല ക്ലാപ്പ് എല്ലാവരും കൊടുക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും പ്രത്യേകിച്ച് കുട്ടികൾ, ഞാൻ കഴിയുന്നത്ര 10-20 വയസ്സ് കഴിഞ്ഞ ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. മണ്ടയ്ക്ക് വളം വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കുട്ടികളോടാണ്, കുട്ടികളോട് മാത്രം. കഴിയുമെങ്കിൽ കുഞ്ഞുങ്ങൾ, നിങ്ങൾ ഈ സംസാരത്തിൽ പെട്ടുപോകാതിരിക്കുക, നിലവിലെ സംസാരത്തിൽ പെട്ടുപോകാതെ നിങ്ങളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞു അതിന് ആവശ്യമായ വളം നൽകി. അത് വായനയിലൂടെയാണ് വേണ്ടുന്നത്. പുതിയ കാര്യങ്ങൾ ചിന്തിക്കുന്ന പുതിയ തലമുറയായിട്ട് വളർന്നു വരിക. ഈ 10-50 വയസ്സ് കഴിഞ്ഞ എല്ലാവരുടെയും തലച്ചോറ് എവിടെയൊക്കെയോ മന്ദീഭവിച്ച്, ചിലപ്പോൾ മാറ്റമുള്ളവരുണ്ടാകാം, കെട്ടിയിടപ്പെട്ട സാധനമാണ്. ശരിക്കും അത് വേസ്റ്റാണ്. അതിനെ മാറ്റാൻ പറ്റുന്ന ആൾക്കാരായിട്ട് കുഞ്ഞുങ്ങൾ മാറണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ ഇതിൻ്റെ ആമുഖക്കുറിപ്പായിട്ടുള്ള മഷിപ്പാടിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രകൃതിയും മനുഷ്യനും അത് ഈ വേർപെടുത്താനാവാത്ത ആത്മബന്ധമുള്ളവരാണ്. അപ്പം അതിൽ നിന്ന് വിട്ടു നിന്നിട്ട് നമുക്ക് ഒരു ജീവിതം ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞതാണ്, നമ്മൾ ചോറുണ്ണുമ്പോൾ നമ്മുടെ കയ്യിൽ ഉരുളുമ്പോൾ യഥാർത്ഥത്തിൽ ആരുടെയെങ്കിലും കയ്യിൽ ചെളി പുരണ്ടിട്ടാണ് നമ്മൾ ഈ ഉരുള ഉരുട്ടുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്നിനെയും കണ്ടാൽ യഥാർത്ഥത്തിൽ നമ്മുടെ അഹങ്കാരം നശിക്കുകയും നമ്മളോട് തന്നെ, ഈ പ്രകൃതിയോട് തന്നെ ബഹുമാനമുള്ളവരായി തീരുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ചില പാഠങ്ങളും അനുഭവങ്ങളും ഒക്കെ ചേർന്നാണ് ഈ കവിതാ പുസ്തകം ഉണ്ടായിട്ടുള്ളത്. എന്നാലും ഞാൻ ഇതിലെ ഒരു കവിത അന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് പിൻവാങ്ങാമെന്ന് വിചാരിക്കുന്നു. പരമാർത്ഥം എന്നാണ്
കവിത. ഞാൻ പാടിയ പാട്ടൊന്നും പാട്ടല്ലല്ലോ, ഞാനീ പറഞ്ഞ കഥയൊന്നും കഥയല്ലല്ലോ, ഞാനീ വെച്ച ചുവടുകളൊന്നും നൃത്തവുമല്ലല്ലോ, ഞാനീ കാട്ടിയ ഭാവരസങ്ങൾ നാടകമല്ലല്ലോ, ഞാൻ കോറിയ വരകൾ നിറവും ചിത്രവുമല്ലല്ലോ, ഞാൻ കാട്ടിയ മാന്ത്രിക വിദ്യകൾ വ്യാജവുമല്ലല്ലോ, ഞാൻ തേങ്ങിയ തേങ്ങൽ മാത്രം സത്യമതാണല്ലോ, ഞാൻ പേറിയ ഭാരം തന്നെ പച്ചപ്പരമാർത്ഥം, ഞാൻ പേറിയ ഭാരം തന്നെ പച്ചപ്പരമാർത്ഥം. അനുഭവങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതുന്ന രചനകളിലും പ്രധാനം എന്ന് വിചാരിക്കുന്നു. അത് അവരെ ഏറ്റെടുക്കും എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഈ ലൈബ്രറിക്ക് ഈ ഒരു പുസ്തകം ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ പ്രിയങ്കരനായ കുട്ടികളുടെ എല്ലാം ഉണ്ണിമാം ഞാൻ ക്ഷണിക്കും. ഇനി ഇതിലെ ചിത്രം വരച്ച അനില് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ എന്നെ വേദിയിലെങ്ങനെ വിളിക്കേണ്ടതില്ല, അനിലിന് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാനൊരവസരമുണ്ട്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പുസ്തകം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് രേഖപ്പെടുത്താം. കൂട്ടിലടച്ചാലോ മരമാകാനൊരു കൊതിയുണ്ടെന്ന വെട്ടിമുറിച്ചാലോ പിച്ചകമലതീർന്നാലെന്നെ പിച്ചിയെടുത്താലോ ഉയരാകാനൊരു കൊതിയുണ്ടെന്ന പുഴയാകാനൊരു കൊതിയുണ്ടെന്ന മലിനപ്പെട്ടാലോ മഴയായാലോ മണ്ണിലിറങ്ങി കടലായി പോയാലോ കടലായി പോയാൽ ഞാനും കൊതിയും ഉപ്പിലലിഞ്ഞാലോ കടലായി പോയാൽ ഞാനും കൊതിയും ഉപ്പിലലിഞ്ഞാലോ മുകൾ പൊങ്ങി മറഞ്ഞിട്ടൊടുവിൽ മുകിലായി പോയാലോ അതുവേണ്ടി ഞാനായി തന്നെ ഇരുന്നാൽ മതിയല്ലോ അതുവേണ്ടി ഞാനായി തന്നെ ഇരുന്നാൽ മതിയല്ലോ. പൂമഴ കണ്ട് കാറ്റേ പൂമഴ പെയ്ക്കുമോ പൂങ്കുയിൽ പാട്ട് കേട്ടാൽ പുസ്തകം താഴെ വയ്ക്കോ പൂമഴ കണ്ട കാറ്റേ പൂമഴ പെയ്ക്കുമോ പൂങ്കുയിൽ പാട്ടു കേട്ടാൽ പുസ്തകം താഴെ വയ്ക്കോ താഴെ തൊടിയിൽ വന്നാൽ പാടിക്കളിച്ചു പോകാം ആവയ പച്ചയിൽ നീ വെക്ക് കൂട്ടുകാരെത്ര പേരോ കൂടെയുണ്ട് ആഹാരമൊത്തിരുന്ന് ആനന്ദിച്ചു കഴിക്കാം ആൽമര കൊമ്പത്തു നീ കാത്തിരിക്കട്ടെ കാറ്റേ കൂടെ വാ നീ കൂട്ടുപിരിഞ്ഞിടലേ. താങ്ക് യു.
ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്. വിളംബര നാടിന്റെ വിശ്വസ്ത നാമമായ ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിൽ ഈ വരുന്ന ഏപ്രിൽ 14 മുതൽ 24 വരെ നീണ്ടു നിൽക്കുന്ന ചിന്നൂസ് വാർഷികാഘോഷം. ഗംഭീര ഓഫറുകൾ, ഗംഭീര സമ്മാനങ്ങൾ. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പട്ടുസാരി, ചുരിദാർ സമ്മാനം. കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിത സമ്മാനങ്ങൾ. ഓഫർ ദിനങ്ങളിൽ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 11 സ്വർണ്ണ മോതിരങ്ങൾ നേടുവാനുള്ള സുവർണാവസരം. 5 പവനിൽ തുടങ്ങുന്ന എല്ലാ വിവാഹ പർച്ചേസുകൾക്കും ഓരോ ഗോൾഡ് കോയിൻ സമ്മാനം. അതിവിപുലമായ ലൈറ്റ് വെയ്റ്റ് കളക്ഷനുമായി ചിന്നൂസ് ഗോൾഡൻ ലൈറ്റ് വെയ്റ്റ് ഫെസ്റ്റ്. വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലി വെറും 1.9% മാത്രം. കേരള ആഭരണങ്ങൾക്ക് ഉൽപാദന വില മാത്രം. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, ടർക്കിഷ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഇളവ്. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, CSI കോംപ്ലക്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ, കൊല്ലം. കൊയ്ത്തുത്സവം നടന്നു. കുണ്ടറ മുളവന കരിപ്പുറം ഏലായിൽ കുണ്ടറ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം C. ബാളുവിൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് അധ്യക്ഷത വഹിച്ചു. B. വിനോദ്, ബ്ലോക്ക് മെമ്പർ ബെറ്റ്സി റോയ്, പഞ്ചായത്ത് അംഗങ്ങളായ സദാശിവൻ, K. ദേവദാസൻ, മഞ്ജു VK, ജിജു തോമസ്, ബിനു T, വൈസ് പ്രസിഡന്റ് R. ഓമനക്കുട്ടൻപിള്ള, കൃഷി ഓഫീസർ വിനീഷ, രാജീവ്, ജുബൈരത്ത് എന്നിവർ പങ്കെടുത്തു. നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ? സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകളിൽ ചേരൂ. SSLC +2 മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണൂസിൽ ആരംഭിച്ചിരിക്കുന്നു. +1, 9, 8 ക്ലാസുകളിലെ ഫെർവൻ ക്ലാസുകൾ, നൈറ്റ് ക്ലാസ്, ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിംഗ് 2025 ഏപ്രിൽ 2 ആരംഭിക്കുന്നു. +2 പ്രാക്ടിക്കൽ ക്ലാസുകൾ 2025 ഏപ്രിൽ 1 ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ വിജയം ഇനി വേണൂസിലൂടെ സ്വന്തമാക്കാം. നമ്പർ 1 റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ്. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. വിളംബര ജാഥ പര്യടനം നടത്തി. CPI കുണ്ടറ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ജാഥ മണ്ഡലത്തിൽ പര്യടനം നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം G. ബാബു ഉദ്ഘാടനം ചെയ്തു. E. ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. A. ഗ്രേഷ്യസ്, T. സുരേഷ് കുമാർ, സോണി V. പള്ളം, ജോൺ വിൻസെന്റ്, ജോസഫ് കെന്നഡി, പ്രിഷിൽഡ വിൽസൺ എന്നിവർ സംസാരിച്ചു. B. വാൾട്ടർ, സിജിൻ ജോർജ്, S. സജീവ്, ആനി ബെഞ്ചമിൻ, V. ബൽത്താസർ, തോമസ് കോശി, T. ശ്രീകണ്ഠൻ നായർ, J. ഗിഫ്റ്റി എന്നിവർ നേതൃത്വം നൽകി. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAG CBN കളരി, കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9411119980. കുട്ടികളുടെ ക്യാമ്പ് നടന്നു. പുനക്കന്നൂർ ദേശസേവിനി ഗ്രന്ഥശാലയിൽ പ്രവർത്തിക്കുന്ന ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ബാലവേദി വർണ്ണക്കൂടാരം കുട്ടികളുടെ വേനവധി ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ നിർവഹിച്ചു. ആദ്യ ക്ലാസ് സുവർണൻ പരവൂർ ഉദ്ഘാടനം ചെയ്തു. ബാലവേദി പ്രസിഡന്റ് മാളവിക അധ്യക്ഷത വഹിച്ചു. ബാലവേദി സെക്രട്ടറി അനുഷ്കാശി സ്വാഗതം പറഞ്ഞു. K. ബിജു, S. മണികണ്ഠൻപിള്ള, ശ്രീജ, G. ശ്രീധരൻപിള്ള, ഷാഗുൽ ഹമീദ്, മദരൻ, G. ഉണ്ണികൃഷ്ണപിള്ള, C. ശശികുമാർ, ശ്രീ വിശാഖ് എന്നിവർ സംസാരിച്ചു. അംഗനവാടി കെട്ടിടം ശിലാസ്ഥാപനം നടത്തി. കിഴക്കേക്കല്ലുടെ ഗ്രാമപഞ്ചായത്ത് ഓണമ്പലം വാർഡിൽ 19.25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന 62-ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി KG, ക്ഷേമസമിതി ചെയർമാൻ A. സുനിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉമാദേവി അമ്മ, പഞ്ചായത്ത് സെക്രട്ടറി സുജിതാദേവി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രുതി സിംഗ്, ശിശുക്ഷേമ പ്രോജക്ട് ഓഫീസർ അലീമ, ICDS സൂപ്പർവൈസർ വിസ്മി വിശ്വം, കോശി അലക്സ്, സതീഷ് S, സിന്ധു പ്രസാദ്,
ഷാജി, എഞ്ചിനീയർ സുരേഷ് എന്നിവർ പങ്കെടുത്തു. വായനാക്കളരിയും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും. പഴങ്ങാലം PKP കവല ദേശബന്ധു ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാക്കളരിയും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും പ്രതിഭകളെ ആദരിക്കലും നടക്കും. 27 ഞായറാഴ്ച വൈകിട്ട് 3-ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം L. പത്മകുമാർ ഉദ്ഘാടനം ചെയ്യും. ഗ്രന്ഥശാല പ്രസിഡന്റ് I. മാത്യു അധ്യക്ഷത വഹിച്ചു. 30 വരെ വൈകിട്ട് 3 മുതൽ വിവിധ വൈജ്ഞാനിക വിനോദ പരിപാടികളിലും മെയ് 1 മുതൽ 3 വരെ ലൈല ക്രിയേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള LT ധർമ്മയുടെ വിവിധ ചിത്രങ്ങളുടെ ഫെസ്റ്റിവലും നടക്കും. 4-ന് നടക്കുന്ന സമാപന സമ്മേളനം വാർഡംഗം M. റഹീം ഉദ്ഘാടനം ചെയ്യും. ഗ്രന്ഥശാല പ്രസിഡന്റ് B. ഹരികുമാർ അധ്യക്ഷത വഹിക്കും. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറക്കിയിട്ടുള്ള 17 ഹ്രസ്വ ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ തിരികെ വരെയുള്ള 17 ഹ്രസ്വ ചിത്രങ്ങൾ. നമ്മളിൽ ഓരോരുത്തരും ഞങ്ങളുടെ സിനിമകളിൽ കഥാപാത്രങ്ങളാണ്. അവസാനമായി ഞങ്ങൾ ഇറക്കിയത് തിരികെ എന്ന സിനിമയാണ്. അത് ലഹരിക്കെതിരായിട്ടുള്ള കേരളത്തിൽ നടക്കുന്ന പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പോരാട്ടത്തോടൊപ്പം ചേരുന്നതിനുള്ള ചെറിയൊരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഈ സിനിമ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളും കൃത്യമായിട്ടൊന്ന് കാണണം. സിനിമ ഓടിച്ചല്ല കാണേണ്ടത്, സിനിമ മുഴുവനായി നിങ്ങളൊന്ന് കാണണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ അതൊന്ന് കാണിക്കുകയും വേണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. സിനിമ കണ്ട നിങ്ങൾ യൂട്യൂബിൽ അതിനെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥന. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.